അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിനിമ റിലീസായി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമയെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഫാൻസ് അടക്കം ഈ സിനിമ കൊള്ളില്ല, മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ വേറെ ചിലർ വന്നിട്ട് ഇല്ല, അങ്ങനെയല്ല, ഈ ഒരു സിനിമ നോക്കിക്കാണേണ്ട തലം ഇങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ആദ്യ ദിവസം യാതൊരു വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല. തീർച്ചയായിട്ടും ഗോത്ര ട്രെയിൻ കത്തിക്കലും അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപവും എല്ലാം പരാമർശിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചേരിതിരിവിലേക്ക് ആദ്യ ദിവസം പോയിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം കഥയാകെ മാറുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, ആരോ തിരികൊളുത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അത് ഏറ്റെടുക്കാനായിട്ട് കുറേ പേര് എന്നുള്ള രീതിയിലായിട്ട് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ ചേരിതിരിവായിട്ട് മാറുകയാണ്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം ഡീഗ്രേഡ് ചെയ്യാൻ നിന്നവർ പോലും പിന്നീട് അങ്ങോട്ട് ഇല്ല, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക്, അതായത് അന്ധമായ രീതിയിലുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചേരിതിരിവ്. പിന്നീട് അങ്ങോട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു ചാപ്പേടി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസം ശരിക്കും ഈ ഒരു പ്രമുഖ റിവ്യൂവർമാരടക്കം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് സിനിമ നല്ലൊരു പ്രോമിസിങ് നോട്ടോടെയാണ് സിനിമ തുടങ്ങിയത്. അതായത് പ്രത്യേകിച്ച് സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ ഈ ഉള്ളവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ഗ്രാഫ് താഴോട്ട് പോയി. പിന്നെ അവസാനം എത്തിയപ്പോഴത്തേക്കും വെറും ഒരു പെട്ടിക്കട സംഭവമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. ഇതായിരുന്നു പൊതുവേ ഈ സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞവരെല്ലാവരും പറഞ്ഞത്. അവരെല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ തന്നെയാണ് ആ ഒരു സിനിമയിൽ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ഉള്ളവനും പറയാനുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇനി ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ PR ടീം തന്നെയാണ് ഈ ഒരു വിവാദത്തിന് തുടക്കം കൊടുത്തതെന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ ആർക്കും കുറ്റം പറയാനും പറ്റില്ല. കാരണം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ക്വാളിറ്റീനെ പറ്റിയിട്ട് ആർക്കും ഒന്ന് ചർച്ച ചെയ്യേണ്ട, സിനിമയുടെ കഥേനെ പറ്റിയിട്ട് ഒന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട, പിന്നെ സിനിമ ഒരു വിഷയമേ അല്ല. ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ എന്തോ കരിവാരി തേച്ചു, അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് അന്ധമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യണം. ഇനി സിനിമയുടെ കാര്യകാരണ സഹിതം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാപ്പയടിയായി. അപ്പോൾ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ ഇനി സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന വിവാദമാണെങ്കിലും ഇനി അഥവാ ആരെങ്കിലും തിരികൊളുത്തിയതാണെങ്കിലും ഈ ഒരു അന്ധമായ ഒരു ചേരിതിരിവ് ഒരിക്കലും ഒരു നല്ലൊരു പ്രവണത അല്ലെന്നാണ് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഞാനാരാണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ പൗരൻ, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. നന്ദി.